ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം സുവർണാവസരമാണെന്ന് പറഞ്ഞത് ആവർത്തിച്ച് PS ശ്രീധരൻപിള്ള. ശബരിമല സമരവും വിധിയും സുവർണാവസരം തന്നെയാണ് എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന വേദിയിലാണ് വീണ്ടും അദ്ദേഹം ഇത് ആവർത്തിച്ചത്. ശബരിമല സമരവും സുവർണാവസര വിധിയുമാണ്. ഞാൻ സുവർണാവസരവും അന്ന് പറഞ്ഞു, ഇന്നും ആവർത്തിക്കുന്നു. ആ പദം പറഞ്ഞതിന്റെ പേരിൽ നോൺ ബെയിൽ ഓഫൻസിൽ കേരള ഹൈക്കോടതി അതിനെ എങ്ങനെയാണ് കണ്ടത്? അഡ്മിഷന് വന്ന ഡേറ്റിൽ തന്നെ അവർ സെറ്റ് സൈഡ് ചെയ്തു. രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് സ്വന്തം പ്രവർത്തകരോട് ഒരു ഹാളിൽ വെച്ച് സമാധാനപരമായ ഗാന്ധിയൻ മോഡൽ സമരം നടത്താൻ കിട്ടിയ അസുലഭ സന്ദർഭമാണ് എന്ന് പറഞ്ഞാൽ സുവർണാവസരം എന്നാണ് എനിക്കൊരു പല്ലു പദ വിളിക്കുന്നത്. സുവർണാവസരം ശ്രീധരൻപിള്ള അല്ലേ? മനീഷ് മഹിബാൽ വിവരങ്ങളുമായി. മനീഷ്, തന്റെ പുസ്തക പ്രകാശന സമയത്താണ് അദ്ദേഹം വീണ്ടും ഈ സുവർണാവസരം ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴും ഒരു സുവർണാവസരം അദ്ദേഹം മുതലെടുത്തിട്ടുണ്ട്. തന്ത്രിയെ പോയി കാണുന്നു, തന്ത്രിയുമായി ബന്ധപ്പെട്ട് അതൊരു രാഷ്ട്രീയ വിഷയമാക്കുന്നു, തന്ത്രിയെ കേസിൽ പെടുത്തിയതാണെന്ന മട്ടിൽ. എന്താണ് അദ്ദേഹം പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് മനീഷ്? ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രകാശനം ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് ശ്രീധരൻപിള്ള BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കെ നടത്തിയ പരാമർശം അന്ന് ഏറെ വിവാദമായിരുന്നു 2018-ൽ. അത് തന്നെ ഇപ്പോഴും താൻ ആവർത്തിക്കുന്നു. അതായത് താൻ പറഞ്ഞത് ഒരു സുവർണാവസരം എന്ന രീതിയിൽ ഗാന്ധിയൻ മാതൃകയിൽ, അതായത് ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ എന്തെങ്കിലും നടന്നാൽ ജനാധിപത്യപരമായി അതിനെതിരെ സമരം ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ഒരു അസുലഭ നിമിഷം എന്ന രീതിയിലാണ് താൻ അതിനെ വ്യാഖ്യാനിച്ചത്. അതിനെ ന്യായീകരിച്ചുകൊണ്ടും ഒന്നുകൂടി വിശദീകരിച്ചുമാണ് ശ്രീധരൻപിള്ള തന്റെ പുസ്തകം, അതും ശബരിമലയിലെ ആ പ്രക്ഷോഭ സമയത്തെക്കുറിച്ചും ഒപ്പം തന്നെ സമര പരിപാടികളെ കുറിച്ചും സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ പുസ്തകത്തിൽ പരാമർശിക്കുമ്പോഴാണ് മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ താൻ അന്ന് നടത്തിയ വിവാദമായ പ്രസ്താവന ആവർത്തിക്കുകയും അതിൽ വ്യാഖ്യാനം വരുത്തുന്നതും ഗാന്ധിയൻ മാതൃകയിൽ കൊണ്ടുവരുമ്പോൾ അത് ഇന്റേണലായി BJP പ്രവർത്തകർക്കിടയിൽ, അതായത് ഒരു പരസ്യ പ്രസ്താവനയല്ല, പൊതുജനങ്ങളോട് പൊതുമധ്യത്തിൽ വെച്ച് നടത്തുന്ന ഒരു ആഹ്വാനമല്ലായിരുന്നു, ഇന്റേണലായി BJP പ്രവർത്തകർക്കിടയിൽ പറഞ്ഞ ഗാന്ധിയൻ മാതൃകയിൽ നടത്തേണ്ട ഒരു സമര ആഹ്വാനത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞെന്ന ന്യായീകരണത്തോടു കൂടിയാണ് ആ സന്ദർഭത്തെക്കുറിച്ച് ശ്രീധരൻപിള്ള വിശദീകരിക്കുന്നത്. ഏറെ രാഷ്ട്രീയമായ പ്രാധാന്യമുള്ളത് ഇന്നലെയാണ് 41 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം തന്ത്രി രാജീവർ വീട്ടിലെത്തിയതും അവിടെ വീട്ടിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ടതും ആ പുസ്തകത്തിന്റെ പ്രകാശനം പിന്നാലെ ഉണ്ടാവുന്നതും. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ച് അന്ന് നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പുസ്തകത്തിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അന്ന് തന്ത്രി ശുദ്ധികലശം നടത്തിയ ശേഷം അന്ന് ശ്രീകോവിൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് ശ്രീധരൻപിള്ളയാണെന്നും അന്നൊരു ഉയർന്ന ഹിന്ദുമത നേതാവ് പറഞ്ഞതിന്റെ പ്രകാരമാണ് അത്തരത്തിൽ തന്ത്രിയോട് അങ്ങനെ ആവശ്യപ്പെടാൻ പറഞ്ഞതെന്നും അതിനുശേഷം ഉണ്ടാകുന്ന നിയമപരമായ എല്ലാ ഭവിഷ്യത്തുകൾക്കും, അതായത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമല്ല, അങ്ങനെയുള്ള നിയമപരമായ ലംഘനം ഉണ്ടാവുകയില്ല, മറ്റു ഭവിഷ്യത്തുകളൊക്കെ തന്നെ പാർട്ടിയും ശ്രീധരൻപിള്ളയും ഏറ്റെടുത്തുകൊള്ളാമെന്ന് അന്ന് തന്ത്രി ഉറപ്പ് നൽകിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. അതിന് പിന്നാലെയാണ് സുവർണ അവസരം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വീണ്ടും ആവർത്തിക്കുന്നത്. സ്മൃതി. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.